നമസ്കാരം. വയറിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെന്താണ്? ഒരു പ്രോബയോട്ടിക് ഗുളിക, അല്ലേ? പക്ഷേ ഒരൽപ്പം പിന്നോട്ടു പോയാലോ? ഗുളികകളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മുടെ പൂർവികർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നില്ലേ? അപ്പോ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഒരു ചെറിയ ഗുളികയാണോ അതോ ഒരു സമ്പൂർണ്ണ സംസ്കാരമാണോ യഥാർത്ഥത്തിൽ നമ്മുടെ വയറിന് നല്ലത്? ഇന്നത്തെ കാലത്ത് ഇത് വളരെ സാധാരണമാണല്ലേ? വയറിന് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത തോന്നിയാൽ അല്ലെങ്കിൽ ആരോഗ്യമൊന്ന് മെച്ചപ്പെടുത്തണമെന്ന് തോന്നിയാൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഒരു പ്രോബയോട്ടിക് ക്യാപ്സ്യൂളിനെയാണ്. വളരെ എളുപ്പമുള്ള പെട്ടെന്നുള്ളൊരു പരിഹാരം. എന്നാൽ ഒരു കാലത്ത് കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. വയറിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നൊരു സാധനമായിരുന്നില്ല. അത് നമ്മുടെ ജീവിത രീതിയുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്ന്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരു കൊച്ചു ക്യാപ്സൂളിനാണോ ശക്തി കൂടുതൽ, അതോ തലമുറകൾ കൈമാറി വന്ന ഒരു സമ്പൂർണ്ണ സംസ്കാരത്തിനോ? ഏതാണ് കൂടുതൽ പവർഫുൾ? ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് കാവുകളിൽ നിന്നാണ്. കേരളത്തിന്റെ പരമ്പരാഗത ആരോഗ്യ ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു കാവുകൾ. അവ എങ്ങനെയാണ് പ്രകൃതിയുടെ തന്നെ ഒരു പ്രോബയോട്ടിക് സ്രോതസ്സായി പ്രവർത്തിച്ചിരുന്നത് എന്ന് നോക്കാം. ഒരു കാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ആരാധനാലയം എന്ന ചിത്രമാണ്. ശരിയാണ്, എന്നാൽ അതിനപ്പുറം അതൊരു സംരക്ഷിക്കപ്പെട്ട ചെറിയൊരു കാടാണ്. ഒരു മിനിയേച്ചർ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം. അതായത് ലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ, നല്ല ബാക്ടീരിയകളുടെ ഒരു ജീവനുള്ള കലവറ. അപ്പോ എങ്ങനെയാണ് ഒരു കാവ് ഇങ്ങനെ ഒരു മൈക്രോബിയൽ ബാങ്കായി മാറുന്നത്? അതിന്റെ ചേരുവകൾ വളരെ സിമ്പിളാണ്. നോക്കൂ, ആരും തൊടാത്ത, ശല്യപ്പെടുത്താത്ത മണ്ണ്, പിന്നെ വർഷങ്ങളായി വീണഴുകിയ ഇലകൾ, എപ്പോഴും ചെറിയൊരു നനവ്, കൂട്ടിനെ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന മരങ്ങളും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴോ അവിടെ കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഇടമൊരുങ്ങുന്നു. അത്രയുള്ളൂ. അതായത് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം, ഒരു കാവ് എന്നു പറയുന്നത് ഒരു മൈക്രോബയോം റിസർവായിരുന്നു. നമ്മുടെ പൂർവികർ ഒരുപക്ഷെ ഈ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ സംരക്ഷിച്ചത് പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു സൂക്ഷ്മാണുക്കളുടെ കലവറയെയാണ്. ശരി, കാവുകളിൽ നിന്ന് നമുക്ക് അടുത്ത ഘടകത്തിലേക്ക് പോകാം. അനുഷ്ഠാനങ്ങൾ. തെയ്യം, പടയണി പോലുള്ള നമ്മുടെ കലാരൂപങ്ങളില്ലേ, അവ വെറും കാഴ്ചകൾ മാത്രമായിരുന്നില്ല. അതിനു പിന്നിൽ തലച്ചോറിനെയും വയറിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു ശാസ്ത്രം തന്നെയുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ചെണ്ടയുടെ താളം, അത് കേവലം ഒരു ശബ്ദമല്ല. ആ ശക്തമായ ഋതം നമ്മുടെ ബ്രെയിൻ വേവ്സിനെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ഒരുതരം റീസെറ്റ് പോലെ. അതുപോലെ തെയ്യം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഭയവും ഭക്തിയും കലർന്ന വികാരമില്ലേ, ആ തീവ്രമായ ഇമോഷൻസ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒന്ന് ഉത്തേജിപ്പിക്കും, ഒന്ന് ട്രെയിൻ ചെയ്യും. പിന്നെ ശരീരത്തിൽ തേക്കുന്ന ആ പ്രകൃതിദത്ത ചായങ്ങൾ, അത് നമ്മുടെ ചർമ്മത്തിലുള്ള നല്ല ബാക്ടീരിയകളെ സംരക്ഷിക്കാനും സഹായിച്ചിരുന്നു. ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്തെ ഒരു പേരിട്ട് വിളിക്കാം: ന്യൂറോ ഗട്ട് തെറാപ്പി. അതായത് തലച്ചോറും വയറും തമ്മിലുള്ള ആ കണക്ഷനില്ലേ, അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ളൊരു വഴിയായിരുന്നു ഇത്. അല്ലാതെ വെറുമൊരു കലാരൂപം മാത്രമായിരുന്നില്ല. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം: നമ്മുടെ ഭക്ഷണം. പണ്ടത്തെ നമ്മുടെ കേരളീയ ഭക്ഷണരീതി ശരിക്കും ഡിസൈൻ ചെയ്തിരുന്നത് നമുക്കു വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നമ്മുടെ വയറ്റിലെ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഭക്ഷണത്തിന്റെ തത്വശാസ്ത്രം എന്തായിരുന്നു? ഒന്നാമത്തേത് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, പഴയ കഞ്ഞിവെള്ളവും കാന്താരിയൊക്കെ ഇട്ട അച്ചാറുകളും. ഇതൊക്കെ നല്ല ബാക്ടീരിയകൾക്ക് വളരാനുള്ള നല്ലൊരു മീഡിയമാണ്. രണ്ടാമത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളിലും പച്ചക്കായലുമൊക്കെ കാണുന്ന ഒന്ന്. ഇത് ദഹിക്കാതെ നേരെ നമ്മുടെ വൻകുടലിലെത്തും. അവിടുത്തെ നല്ല ബാക്ടീരിയകൾക്ക് ഇതൊരു വിരുന്നാണ്. മൂന്നാമത് ധാരാളം നാരുകൾ, നമ്മുടെ നാടൻ ചീര, മുരിങ്ങയില, അങ്ങനെ പലതരം ഇലക്കറികളും പച്ചക്കറികളും. ഇതും നമ്മുടെ സൂക്ഷ്മാണുക്കൾക്ക് വേണ്ടിയുള്ള ഇന്ധനമാണ്. അപ്പോ എന്തായിരുന്നു ഇതിലെ പ്രധാന ആശയം? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഭക്ഷണം കൊടുത്തിരുന്നത് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മാണുക്കൾക്കാണ്. അവയെ സന്തോഷിപ്പിച്ചാൽ അവ നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യമുള്ളതാക്കി മാറ്റും. സിമ്പിൾ. ശരി, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോബയോട്ടിക് ഗുളികയിലേക്ക് ഒന്നുകൂടി തിരിച്ചുവരാം. അപ്പോൾ എന്താണിതിന്റെ യഥാർത്ഥ റോൾ? ഇവിടെയാണ് ആ വലിയ വ്യത്യാസം കിടക്കുന്നത്. ഒരു പ്രോബയോട്ടിക് ഗുളിക എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്, ഒരു താങ്ങാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനുള്ള ഒന്ന്. എന്നാൽ നമ്മുടെ പഴയ സംസ്കാരമോ? അതൊരു സിസ്റ്റമായിരുന്നു, ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ. ദിവസവും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത രീതി. അതുകൊണ്ട് നമ്മൾ ആ പഴയ രീതികൾ ഉപേക്ഷിച്ച് ഒരു ഗുളികയിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്? അത് വെറുമൊരു ഭക്ഷണശീലമോ അനുഷ്ഠാനമോ അല്ല, അതിലും വലുതാണ് നഷ്ടം.
നമുക്ക് നഷ്ടമായത് വെറുമൊരു പാരമ്പര്യമല്ല, നമുക്ക് നഷ്ടമായത് നമ്മളെ ചുറ്റുമുള്ള പരിസ്ഥിതിയുമായുള്ള ഒരു മൈക്രോബിയൽ റിലേഷൻഷിപ്പാണ്. ആലോചിച്ച് നോക്കൂ, കാവിലെ മണ്ണിൽ നിന്നും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നിന്നുപോലും നമുക്ക് ലഭിച്ചിരുന്ന സൂക്ഷ്മാണുക്കളുടെ ആ ലോകം, ആ ജൈവികമായ ബന്ധമാണ് നമുക്കില്ലാതായത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വയറിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് കടയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ ജീവിച്ചു നേടേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിത രീതിയിലൂടെ, നമ്മുടെ സംസ്കാരത്തിലൂടെ, നമ്മുടെ പ്രകൃതിയുമായുള്ള ബന്ധത്തിലൂടെ. അതുകൊണ്ട് ഈ ചർച്ച നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. പ്രോബയോട്ടിക് എന്നത് ഒരു ഗുളികയല്ല, അതൊരു സംസ്കാരമായിരുന്നു. ഈയൊരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ആകെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. നന്ദി.